ഞാൻ നമ്മുടെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല സാറിന്റെ നമ്പർ കണ്ടുപിടിച്ച് അദ്ദേഹത്തെ വിളിച്ചു. ഞാനൊരു 15-20 തവണ ഞാൻ റിങ് ചെയ്തിട്ടാണ് വിളിച്ചത്. കാരണം എനിക്ക് എങ്ങനെയെങ്കിലും അദ്ദേഹത്തോട് സംസാരിക്കണമെന്ന് അത്രയ്ക്ക് ഞാൻ ആഗ്രഹിച്ചിട്ടാണ് ഞാൻ വിളിച്ചിട്ട് ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, FIR ഇട്ടിട്ടില്ലെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇട്ടിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ രമേശ് ചെന്നിത്തല സാർ പറഞ്ഞു ഞാൻ വിളിച്ച് സംസാരിക്കാം. അദ്ദേഹത്തിന്റെ ഫോൺ കട്ട് ചെയ്ത് ഒരു 5 മിനിറ്റിന് ശേഷം എന്നെ പാലാരിവട്ടം സ്റ്റേഷനിൽ നിന്ന് എന്നെ വിളിക്കുകയാണ്. എന്നെ CI വിളിച്ചിട്ട് പറഞ്ഞു എന്റെ പേര്, വയസ്സ്, കാര്യങ്ങളെല്ലാം എഴുതിയെടുത്തു, അക്നോളജ്മെന്റ് അയച്ചിട്ടുണ്ട് ഞാൻ പരാതി കൊടുത്തതിന്റെ. അപ്പൊ ഞാൻ ചോദിച്ചു FIR ഇടുന്നില്ലേ സാറിന്? അല്ല, അത് ഞങ്ങൾ 14 ദിവസം ഒന്ന് പ്രിലിമിനറി എൻക്വയറി നടത്തണമെന്ന്. ഒരു പെൺകുട്ടിക്കെതിരെ സ്ലട്ട് ഷേമിങ്ങിന്റെ ഏറ്റവും മാക്സിമം ആണ് ട്രെയിലറും ടീസറും പ്രീമിയറും അടക്കം ചെയ്തു വെച്ചിരിക്കുന്നത്. എന്നിട്ടാണ് പോലീസുകാർ പറയുന്നത് ഇത് പ്രിലിമിനറി എൻക്വയറി നടത്തണമെന്ന്. പ്രഥമ ദൃഷ്ടിയ തന്നെ കേസുണ്ട്. FIR ഇട്ടാൽ എന്താണ് കുഴപ്പം? FIR ഇട്ടിട്ട് കഴവില്ലെങ്കിൽ അത് കളയാലോ. പക്ഷെ പ്രിലിമിനറി എൻക്വയറി മാത്രമാക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഒരു സ്റ്റേറ്റിന്റെ ആഭ്യന്തരമന്ത്രി വിളിച്ചു പറഞ്ഞിട്ട് പോലും FIR ഇടാൻ പറ്റാത്ത പോലീസ് സ്റ്റേഷനാണോ കേരളത്തിലുള്ളത്? അപ്പൊ നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു, കേരളത്തിലുള്ള പോലീസ് സ്റ്റേഷനുകൾ എല്ലാം ഇങ്ങനെയാണോ ഇങ്ങനെയല്ലേ എന്ന് നമ്മൾ തീർച്ചയായിട്ടും അറിയണം. ഇപ്പോൾ ഓപ്പറേഷൻ തൂഫാൻ നടക്കുന്നുണ്ട്. എനിക്ക് ആഭ്യന്തരമന്ത്രിയോടുള്ള റിക്വസ്റ്റ് ആണ്, ഓപ്പറേഷൻ തൂഫാനോടൊപ്പം തന്നെ ചെയ്യേണ്ട ഒരു പ്രധാന കാര്യമാണ് സാധാരണക്കാര് പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായിട്ട് വരുന്ന സമയത്ത് ആ പരാതി എടുക്കുന്നുണ്ടോ, അല്ലെങ്കിൽ പരാതിക്കാർക്ക് സ്വാധീനവും പണവും ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ അവരുടെ പരാതി എടുക്കില്ലേ? ആരോപണ വിധേയരായിട്ടുള്ളവരെ സഹായിക്കാനാണോ പോലീസ് സ്റ്റേഷൻ പ്രവർത്തിക്കുന്നത് എന്നുള്ളത് ഓപ്പറേഷൻ തൂഫാനോടൊപ്പം തന്നെ അല്ലെങ്കിൽ അതിന് മുകളിൽ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ്. അത് തീർച്ചയായിട്ടും ആഭ്യന്തരമന്ത്രി തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഓപ്പറേഷൻ തൂഫാനോടൊപ്പം എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും കൃത്യമായിട്ട് കേസ് എടുക്കുന്നുണ്ടോ, കേസ് രജിസ്റ്റർ ചെയ്യുന്നുണ്ടോ, പരാതിയുമായിട്ട് വരുന്ന സ്ത്രീകളെ അപമാനിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം വ്യക്തത വരുത്തേണ്ടതാണ്, അത് അന്വേഷിക്കേണ്ടതാണ്. ആഭ്യന്തരമന്ത്രി വിളിച്ചു പറഞ്ഞാൽ പോലും കേൾക്കാത്ത പോലീസാണോ ഇവിടെ ഉള്ളത് എന്നുള്ളത് അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്, ഭയപ്പെടുത്തുന്ന കാര്യമാണ്.